ഹലോ നമസ്കാരം എല്ലാവർക്കും കവീസ് കിച്ചൺ പാർട്ട്ണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അടിപൊളി അതായത് കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള മിൽക്ക് പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുട്ട് കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് വീണ്ടും വീണ്ടും വാങ്ങി കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഈ പുട്ടുപൊടിയിലേക്ക് കുറച്ച് നേരിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നമ്മളെടുക്കുന്ന പുട്ടുപൊടിയിലേക്ക് എപ്പോഴും പുട്ടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ നേരിയ ചൂടുവെള്ളം ചേർത്തിട്ടാണ് പുട്ടുപൊടി കുഴയ്ക്കുന്നതെങ്കിൽ അത് പുട്ട് നന്നായി സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും നമ്മളെ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ഗ്ലാസ് ഏത് കപ്പ് കൊണ്ടാണ് എടുത്തിരിക്കുന്നത് ആ കപ്പിൽ തന്നെ ഒരു 1/2 ഗ്ലാസ് നേരിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കണം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഞാൻ പുട്ടുപൊടി എടുത്തിരിക്കുന്ന കാരണം 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം നന്നായി കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ കട്ടയൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ 2 മിനിറ്റ് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടിയിൽ ചെയ്യുന്ന കാരണമാണ് കേട്ടോ അങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇതിലേക്ക് കുട്ടികൾക്ക് സ്പെഷ്യലായിട്ടുള്ള പുട്ടായതുകൊണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഒരു 2 സ്പൂണ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള നാളികേരത്തിൻ്റെ മിക്സ് തയ്യാറാക്കിയെടുക്കാം. നാളികേരത്തിൻ്റെ മിക്സ് അതിലേക്ക് നമുക്ക് ഇത് 3 സ്പൂണോളം, അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് കേട്ടോ, 3 സ്പൂണ് വലിയ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അതായത് ഒരു 2 സ്പൂണോ 3 സ്പൂണോ പാൽപ്പൊടി നമുക്കിതിൽ ചേർക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 2 വലിയ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർത്ത ശേഷം ഇതിലേക്ക് പിന്നെ 2 സ്പൂണോളം തന്നെ നമ്മളെടുത്ത അതേ സ്പൂണിൻ്റെ അളവിൽ തന്നെ പഞ്ചസാരയും കൂടി ചേർക്കണം. ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഈ ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള കാരണം കൂടി ഇതാണ്. നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പുട്ടുപൊടിയും അതിലേക്ക് ആവശ്യമുള്ള തേങ്ങയുടെ മിക്സും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ പുട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചിരട്ടപ്പുട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് ആദ്യം നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് പുട്ടുപൊടി കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വീണ്ടും ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ പുട്ട് കൂടുതൽ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന കാരണം നല്ല മധുരം ഉണ്ടായിരിക്കും പുട്ടിന്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ പുട്ട് കഴിക്കാൻ തന്നെ. ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അവർ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട്. പുട്ട് ഉണ്ടാക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ആവിയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് പുട്ട് വേവിക്കാനായിട്ട് വെക്കാം. കുക്കറിൻ്റെ മുകളിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സാധാരണ പുട്ടുകുറ്റിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇടയിൽ സാധാരണ നമ്മൾ നാളികേരം ഇടുന്ന സമയത്ത് നാളികേരത്തിന് പകരം ഈ നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ പുട്ടുപൊടിയിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് പുട്ടിൻ്റെ പൊടി, പിന്നെ ഉപ്പ്, നാളികേരം, ഇതാണ് ചേർത്തിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുട്ട് ആവിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കത് എടുത്ത് നോക്കാം. നമുക്ക് ഇത് ഒരു ഇലയിലേക്ക് ഇട്ട് കൊടുത്തേക്കാം.
നല്ല ആവി പറക്കണ പുട്ടാണ്, നല്ല ചൂടുണ്ട്. അപ്പോൾ അടിപൊളി പുട്ടായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പുട്ടുപൊടിയിൽ ഈ മിക്സിൽ നമ്മൾ പാൽപ്പൊടി ചേർക്കുമ്പോൾ കൂടുതലായിട്ട് ചേർക്കരുത്. 2 സ്പൂണ് നാളികേരത്തിന് 2 സ്പൂണ് പാൽപ്പൊടി എന്ന നിലവിൽ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ മിക്സ് തയ്യാറാക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് ചേർത്ത് പോകരുത്, പാൽപ്പൊടി കൂടുതലായിട്ട് ചേർക്കരുത്. ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് നാളികേരത്തിന് 2 സ്പൂണ് പാൽപ്പൊടി എന്നുള്ള ഇതിൽ വേണം അനുപാതം. അപ്പോൾ നമ്മൾ അടിപൊളി പുട്ട് റെഡി ആയിട്ടുണ്ട്. ഈ പുട്ടുപൊടിയിലെ മിക്സ് തയ്യാറാക്കുമ്പോൾ, മുകളിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കുമ്പോൾ ഇതിൽ നമ്മൾ നാളികേരത്തിൽ 2 സ്പൂണ് നാളികേരത്തിന് 2 സ്പൂണ് പാൽപ്പൊടി എന്ന നിരക്കിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് കൂടുതലാവാനും പാടില്ല, വെള്ളമായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചേർക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.